ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണം. ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പകരം രക്ഷിതാക്കളെന്ന് രേഖപ്പെടുത്തണം. രക്ഷിതാക്കളുടെ ലിംഗസ്വത്വം രേഖപ്പെടുത്തരുത് എന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ് ദമ്പതികളുടെ ഹർജിയിലാണ് ഈ ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു, കൊച്ചിയിൽ നിന്നും ചേരുന്നു. രേഷ്മ, ഭിന്നലിംഗക്കാരായ ദമ്പതികളുടെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കാൻ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രക്ഷിതാക്കൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി എന്നാണല്ലോ കോടതിയുടെ ഉത്തരവ്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, ട്രാൻസ് ദമ്പതികളാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് തങ്ങളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ കോഴിക്കോട് കോർപ്പറേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാതാപിതാക്കൾ, അതായത് അച്ഛന്റെ സ്ഥാനത്ത് നിലവിലെ ട്രാൻസ് വിമൺ ആയിട്ടുള്ള വ്യക്തിയുടെ പേരിന്റെ സ്ഥാനമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രാൻസ് മെൻ ആയിട്ടുള്ള വ്യക്തിയുടെ നേരെ അമ്മ എന്നുള്ള രീതിയിലാണ് ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ പേര് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആശയക്കുഴപ്പം, ഇത് ലിംഗസ്വത്വം തിരിച്ചറിയപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഹൈക്കോടതിയിൽ ഇവർ ഹർജി നൽകുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് പരിഗണിച്ചുകൊണ്ടുമാണ് നിലവിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിഷ്കരിക്കാനായിട്ടാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അടക്കം നിലവിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും എന്ന രേഖപ്പെടുത്തൽ അത് ഒഴിവാക്കണം. പകരം രക്ഷിതാക്കൾ എന്നുള്ള സ്ഥാനം അവർക്ക് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരിഷ്കരിച്ചുകൊണ്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് നൽകാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി സർക്കാരിനടക്കം, എതിർകക്ഷികൾ എന്ന് പറയുന്നത് സർക്കാർ അടക്കമുള്ളവരാണ്, സർക്കാരിന് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ട്രാൻസ് ദമ്പതികളാണ് ഇത്തരമൊരു ആവശ്യം മുൻനിർത്തി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇവരുടെ ലിംഗസ്വത്വം അത് വെളിപ്പെടാൻ പാടില്ല എന്നുകൂടി ഹൈക്കോടതി ഈ ഉത്തരവിറക്കിയ സമയത്ത് പ്രത്യേകം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിനോദ്.